Hi everyone, welcome to our channel Crazy Cook Vlogs. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വാമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെന്താ വലിയ തേർഡ് ബർത്ത്ഡേ ആണ്. വീട്ടിൽ കുഞ്ഞൊരു സെലിബ്രേഷൻ. അപ്പോൾ ഈ വീഡിയോക്കകത്തും വിക്കേണ്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാം ചോദിക്കും വിക്കേണ്ട് എവിടെ പോയിന്ന്. വിക്കേണ്ട് ഓഡിറ്റൊക്കെ ആയതുകൊണ്ട് 12th വരെ ബിസിയാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ 12th കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഒരു കുഞ്ഞ് സെലിബ്രേഷൻ അവിടെ നടത്തിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ, ഒരു കുട്ടി സെലിബ്രേഷൻ ഓക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ ഡെക്കറൊക്കെ ചെയ്തിട്ട് എങ്ങനെ നമ്മൾക്ക് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്താൻ നോക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് എന്നെ ഒരു പേജ് ഇവിടെ സഹായിച്ചിട്ടുണ്ട്, എസ്തെറ്റിക് ഡെക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെനിക്കൊരു കുഞ്ഞ് ഒരു ബർത്ത്ഡേ പ്രോപ്പ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം. സാധാരണ നമ്മളിപ്പോൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വെസ്റ്റേൺ മോഡലിലേക്ക് സെലിബ്രേറ്റ് ചെയ്യുക ഇപ്പോഴത്തെ ബർത്ത്ഡേസ് ഒക്കെ. അപ്പോൾ ഞാൻ കരുതി ഒരു ട്രഡീഷണൽ ഫോം കൊടുക്കാമെന്ന്. അപ്പോൾ എന്നെ ആ പ്രോപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എസ്തെറ്റിക് ഡെക്കർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോപ്സ് ഫസ്റ്റ് കാണാം അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ വലുതാവുന്നതിന് ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ അതൊരു സ്പെഷ്യൽ ഡേ ആണ്. അത് മാത്രമല്ല, മദർഹുഡ്, പാരൻറ്ഹുഡ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഡേ തന്നെയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും നമ്മളെന്താ അവിടെ ജനിക്കുന്ന ഒരു അമ്മയും അച്ഛനും കൂടെയാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഡേ, ഇപ്പോൾ അവളുടെ ബർത്ത്ഡേ മാത്രമല്ല മദർഹുഡ് ആയതിൻ്റെ സ്പെഷ്യൽ ഡേ കൂടെയാണ് February 4. അത് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ സ്പെഷ്യൽ ഡേ അവൾക്കും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡെക്കർ ചെയ്യുന്നത് അല്ലേ മമ്മി? പുള്ളിക്കാരിക്ക് ബർത്ത്ഡേ എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല, കുഞ്ഞല്ലേ, 3 years അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഡേ അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അമ്മയ്ക്കും അച്ഛനും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണെന്നുള്ളൊരു ചെറിയ സർപ്രൈസ് ഡേ ആണത്. അപ്പോൾ അതുകൂടെ അറിയിക്കാനാണ് നമ്മൾ ബർത്ത്ഡേസ് കുഞ്ഞുങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഡെക്കർ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ആ പേജുകാരോട് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത് എനിക്ക് ട്രഡീഷണൽ തീം വേണമെന്നാണ്. അപ്പോൾ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എസ്തെറ്റിക് ഡെക്കർ പോപ്പ് ബാക്ക്ഡ്രോപ്പ് ആണിത്. അപ്പോൾ ഈ ഒരു പാക്ക് മാത്രമായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്കിത് പോകാം. നല്ല രസമുണ്ടോ? നല്ല ഭംഗിയുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മോഹിനിയാട്ടം. ഇതാരാ? ഏയ് മമ്മിക്ക. ഇപ്പൊ ഞാൻ കണ്ടത് ബാക്ക് ഡ്രോപ്പ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു തീം സെറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് ആണത്. അതുപോലെ പിന്നെ വരുന്നത് ഈ ഒരു കിറ്റാണ്. ഈ കിറ്റിൽ തന്നെ അവരെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബലൂൺ വീർപ്പിക്കുന്ന ആ ഒരു പമ്പ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീമിനോട് ചേർന്ന് ബലൂൺസ് ഉണ്ട്. വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബലൂൺസ്. അപ്പോൾ ബലൂൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഗ്രീൻ, റെഡ്, ഗോൾഡൻ തീം, നമ്മൾ എന്ത് തീമാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ അതിനോട് ചേരുന്ന ബലൂൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബലൂൺസ് കുട്ടിക്കകത്ത് അതുപോലെ ബണ്ടിങ് ബാനേഴ്സ് വരുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതത്തില്ലേ, ആ ലെറ്റേഴ്സാണ് എനിക്ക് മൊത്തം ഉള്ളത്. അതാണ് ബണ്ടിങ് ബാനേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ വലിയൊരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. ബട്ട് ഡെക്കർ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ. 2 ബാഡ്ജസ് ഉണ്ട്, വാമികാസ് മോം, വാമികാസ് ഡാഡ് എന്ന് പറഞ്ഞിട്ട്. നല്ല ക്യൂട്ടാണ്. അതെ, ഇത് കഥകളിയാണല്ലേ കാണാം, കഥകളിയുടെ ആണ്. ഈ ബാഡ്ജസ് ഇപ്പോൾ നമുക്കിവിടെ പിൻ ചെയ്ത് വെക്കാം. നല്ല ക്യൂട്ടാണ്. പോപ്കോൺ കപ്സ് ഉണ്ട്. അതായത് പോപ്കോൺ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ കപ്പിൽ സെർവ് ചെയ്യാനാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ കൊടുത്തു അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രഡീഷണൽ ഫോംസ് കേട്ടോ.
ട്രഡീഷണൽ ആയിട്ട് ഇപ്പം നമ്മൾ സാധാരണ എനിക്ക് ട്രഡീഷണൽ ഇവൾക്കും ഇഷ്ടമാണ് ട്രഡീഷണൽ ഫോംസ്, കഥകളിയൊക്കെ ഭയങ്കര കാണാൻ ഇഷ്ടമാണ്. ഇതിനകത്ത് കേക്ക് ടോപ്പറും ഉണ്ട്, അതുപോലെ കപ്പ് കേക്ക് ടോപ്പറും ഉണ്ട്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക് ടോപ്പർ കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക് ടോപ്പർ എന്ന് പറയുന്നത്, നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ കപ്പ് കേക്ക് ടോപ്പേഴ്സൊക്കെ ഭയങ്കര രസമാണ്. കപ്പ് കേക്ക് ടോപ്പറാണ് കേട്ടോ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ മമ്മി? എന്താട്ടാ? മോഹിനിയാട്ടല്ല, മോഹിനിയാട്ടം. വെരി ഗുഡ്. കാണിച്ചിട്ട് മോഹിനിയാട്ടം എങ്ങനെ ഇരിക്കും? അയ്യോ, ഇങ്ങനെ കപ്പ് കേക്ക് റാപ്പേഴ്സ് ഉണ്ട്. അത് കപ്പ് കേക്കിന് ചുറ്റും റാപ്പ് ചെയ്ത് വെക്കുന്ന കപ്പ് കേക്ക് റാപ്പേഴ്സ് ഉണ്ട്. അതും ട്രഡീഷണൽ ആ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ടി ഹാറ്റാണ്, അതിൽ നെയിം എഴുതിയിട്ടുണ്ട്. ഇതൊരു പാർട്ടി ഹാറ്റാണ്, നല്ല രസമല്ലേ? വാവ്, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടാ? ആഹാ. അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡിനകത്ത് നമുക്ക് വേറെ കുറേ സാധനങ്ങളുണ്ട്. വെൽക്കം ടു വാമികാസ് ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? നോക്കി, ഇങ്ങനെ നമുക്ക് പേര് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ടേബിളിൽ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ടേബിളിൽ ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു കഥകളി മാമ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കഥ കൊള്ളാല്ലേ? അതുപോലെ ഇതെന്താ കണ്ണ? ഇതെന്താ മോഹിനിയാട്ടം. ഇതൊക്കെ നമുക്ക് ടേബിൾ എല്ലാം ടോപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാവുന്ന സാധനമാണ്. ടേബിൾ ടോപ്സൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മാമിക സർപ്രൈസ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള അവൾക്കിത് എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഇപ്പം ഏകദേശം ആ ഹാറ്റ് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഏകദേശം ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരി അത് വെച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വന്ന് സർപ്രൈസ് ചെയ്ത് ഓക്കെ അല്ലാണ്ടിരിക്കട്ടല്ലേ? ഞാൻ ഈ വീഡിയോയിൽ ഒരു ലവ് ലാപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ലവ് ലാപ്പിൻ്റെ റീഗൽ ബേബി സ്ട്രോളർ. ന്യൂബോൺ മുതൽ 15 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. കുട്ടികൾക്ക് നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന 5 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ അവർ കുറച്ചുകൂടി ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഡിറ്റാച്ചബിൾ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോളറിൽ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റിനും ഇതുപോലെ സെയിം ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അടുത്തതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ആൻഡ് ഡിറ്റാച്ചബിൾ കാനപ്പിയാണ്. ഇത് നമ്മൾക്കൊരു സിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ലുക്കിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് കുട്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നോക്കാം കുഞ്ഞിനെ എങ്ങനെയാണ്, കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ബാക്കിലൊക്കെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു ബാക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് ഐറ്റംസ് ഇല്ലേ അതൊക്കെ അവിടെ വെക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. അതായത് കുഞ്ഞിൻ്റെ ടോയ്സ്, നമ്മുടെ ബാഗ് ഇതൊക്കെ അതിലിട്ട് നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം. റിയർ വീൽ സേഫ്റ്റി ബ്രേക്സ് ആണ് മറ്റൊരു പ്രത്യേകത.
ഫ്രണ്ട് വീൽസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി സ്വെൽ വീൽസ് ആണ് കേട്ടോ. ഇതൊരു 2-in-1 കൺവേർട്ടബിൾ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ബേസ്നെറ്റ് മോഡുണ്ട്, അതായത് നാപ്പ് ടൈം കുഞ്ഞുങ്ങളെ കിടത്തി നല്ലോണം സുഖമായിട്ട് ഉറക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് മോഡ്. നെക്സ്റ്റ് മോഡ് സീറ്റിംഗ് മോഡാണ്, അതായത് കുഞ്ഞുങ്ങളെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാനും പറ്റും. അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്ന ഈ ബേബി സ്ട്രോളർ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല ഇതിലൊരു ലോക്ക് സിസ്റ്റം കൂടെ ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക്.